നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കൈ തന്നു. അപ്പോഴാ അമ്മയ്ക്കൊരു ഫോൺ വന്നത്. അമ്മയ്ക്ക് അർജന്റായിട്ട് എവിടെയോ പോണോന്ന്. ഇതിലെ മാജിക്കും ലോജിക്കും വന്നിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഇതെന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി. അന്ന് പോയതാ. പിന്നെ എന്റെ അമ്മ തിരിച്ചു വന്നിട്ടില്ല. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. ഇത് കാണുമ്പോ വിശാൽ സാറിന് സന്തോഷാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ വിശാൽ സാറിനെ വിഷമിപ്പിക്കുക ഞാനിപ്പോ ചെയ്തത്. ഇതിനി വിശാൽ സാറിന്റെ കൈ വെക്കണ്ട. താ, ഞാനിത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളാം. വേണ്ട, ഇതെന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. അത് വേണ്ട വിശാൽ സാർ. ഇതുമായിട്ട് പോയപ്പോഴല്ലേ വിശാൽ സാറിന്റെ അമ്മ. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട എന്തോ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കുന്ന മുറിയിൽ വെക്കാൻ പാടില്ല. സാർ, അതിങ്ങ് തരൂ, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളാം. ഈ ബോക്സ് എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മയാ. വേഗം വരാന്ന് പറഞ്ഞു പോയിട്ട് അമ്മ തിരിച്ചു വന്നില്ലല്ലോ. പെട്ടെന്ന് വരില്ലേ? അമ്മയ്ക്കറിയില്ലേ അമ്മയുടെ മോൻ അമ്മയെ കാത്ത് ഇവിടെ ഉണ്ടെന്ന്? പ്രോമിസ്. പ്രോമിസ്. അതിന് അമ്മയോട് ദേഷ്യമായിരുന്നു കുറെ കാലം. എനിക്കറിയാം, അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരണം അവിചാരിതമായി വരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ എന്റെ കുഞ്ഞ് ഈഗോ തയ്യാറായിരുന്നില്ല. അമ്മ വാക്ക് പാലിക്കാത്തതിന്റെ ദേഷ്യവുമായി ഞാൻ കഴിഞ്ഞു. അമ്മയുടെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചു. എന്റെ മുറിയിൽ അമ്മയുടെ ഫോട്ടോയ്ക്ക് പോലും അന്ന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. അയ്യോ വിശാൽ സാർ, വിശാൽ സാർ. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ എന്നെക്കാൾ സങ്കടം എന്റെ അമ്മയ്ക്കുണ്ടെന്ന്. മ്യൂസിക്കിന്റെ അർത്ഥം എനിക്കറിയാം, മാജിക്കിന്റെ അർത്ഥവും എനിക്കറിയാം. ലോജിക്കിന്റെ അർത്ഥം അറിയില്ല. പക്ഷേ എനിക്കത് കേൾക്കുമ്പോ തോന്നുന്നത് ഗായത്രി അമ്മ ഇതിൽ എന്തോ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്നോ. രഹസ്യം? അത് എന്റെ തോന്നലാണോ സത്യാണോ എന്നൊന്നും എനിക്കറിയില്ല വിശാൽ സർ. പക്ഷേ വർഷം ഇത്രയായിട്ടും ഇത് നശിച്ചു പോകാതെ നിന്നെങ്കിൽ ഇത് ഗായത്രി അമ്മയുടെ ആത്മാവ് സംരക്ഷിച്ചു വെച്ചത് തന്നെയാ. ഇതിലെന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് വിശാൽ സാറിന് ഇപ്പൊ തോന്നുന്നില്ലേ? അയ്യോ, 10,000 രൂപ. അതെങ്ങനെയാ ചെലവാക്കുക?
കൊറേ ഡ്രസ്, ചെരുപ്പ്, ഐസ്ക്രീം എന്തൊക്കെ വാങ്ങാം. അയ്യോ, വാടി ATM പോയി പൈസ എടുക്കാം. എന്തിനാ അടച്ച് കുത്തിയിടുന്നേ? ഇതിപ്പോ നമ്മുടെ റൂമൊന്നും അല്ല. പിടികിട്ട പുള്ളിയെ ചേസ് ചെയ്ത് പിടിക്കുന്നത് പോലെയാ എന്റെ മുന്നിൽ അരവിന്ദൻ പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. എന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണെന്നാ ഞാൻ കരുതിയത്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. പക്ഷേ ജയയുടെ മരണത്തെക്കുറിച്ച് പാർവതി പറഞ്ഞത് മുഴുവനും അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. പഴയ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല അയാളുടെ ആ സംസാരത്തില്. ഒരു സേതുരാമയ്യർ ലൈൻ. അരവിന്ദൻ എന്താ പറഞ്ഞത്? അയാൾ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം സംസാരിച്ചത് ജയയുടെ മരണത്തെക്കുറിച്ചും. എന്റെ അനിയത്തി, നിന്റെ ഭാര്യ ഒരസുഖവും ഇല്ലാതെ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ദാറ്റ് വാസ് എ വെൽ പ്ലാൻഡ് മർഡർ. അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റിയെങ്കിലും എന്റെ അനിയത്തിയുടെ മരണകാരണം എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ദാ ഇപ്പോ ഇവിടെ നിന്റെ മുന്നിൽ. അതുകൊണ്ട് എനിക്കും നിനക്കുള്ള വിലങ്ങുമായി അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പ്രതീക്ഷിച്ചിരുന്നു. ഒന്നുകിൽ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ അറസ്റ്റ് തടയാനുള്ള മാർഗം എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുവല്ല ജാസ്മിൻ. നേരിടണം. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യണം. പാർവതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെല്ലാം DYSP വിശ്വസിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അരവിന്ദിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് DYSP ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതെന്നുമല്ലേ ആന്റി പറഞ്ഞത്? അയാള് പോലീസ് വണ്ടിയിലെ ഏട്ടന്റെ അടുത്ത് വന്നെങ്കിൽ ഇപ്പോഴും അയാള് സർവീസിലുണ്ട് എന്നുവെച്ചാ DYSP കളത്തിലിറക്കി ആന്റി കളിച്ച കളികളെല്ലാം ചീറ്റിപ്പോയിന്ന് മാത്രമല്ല, DYSPയുടെ ഓഫീസിൽ നിന്ന് പാർവതിയെ വിശാൽ ഇറക്കിക്കൊണ്ടു വന്നതോടെ ആ കേസും ഇല്ലാതായി. മൊത്തത്തില് കാലക്കേടാണല്ലോ ഏട്ടാ. കാലക്കേട് നമുക്കല്ല, അയാൾക്കാ, ആ രവീന്ദ്രന്. അയാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ട് വിളി വരുന്നതും പ്രതീക്ഷ നമ്മൾ ഇവിടെ ഇരുന്നു. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ഇനി അത് സംഭവിക്കില്ല. കൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കില്ല. ചത്തു എന്ന് ഉറപ്പാക്കാൻ ഞാൻ അവരുടെ പുറകെ പോവും. എന്നിട്ട് സെൻട്രൽ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യാം. മണ്ടത്തരം പറയാതിരിക്കണ്ടേ ഏട്ടാ. പാർവതി പറഞ്ഞത് അയാള് വിശ്വസിച്ചിട്ടുണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അപ്പൊ വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മളാണെന്ന് അയാള് വിശ്വസിക്കുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.